നമ്മൾ 5 നേരവും അല്ലാഹുവോട് തേടുന്നുണ്ട് ഫിത്നയിൽ പെടുത്തല്ല റബ്ബേ. اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات. فتنة المحيا والممات, ജീവിതത്തിലും മരണത്തിലൊക്കെ ഉണ്ടാകുന്ന ഫിത്ന. എന്താ ഈ ഫിത്ന? എന്ത് ഫിത്നകളിലേക്കാണ് ശൈത്താൻ കൊണ്ടുപോകുക? എന്തൊക്കെ ഫിത്നകളാണ് സഹോദരങ്ങളെ നമ്മളിൽ ഉണ്ടാവുക? പണ്ഡിതന്മാർ പറയുന്നത് 2 നിലക്കുള്ള ഫിത്നകൾ ഉണ്ടാകും. ഒന്ന് ഫിത്നു ശഹ്വാത്ത്, ഫിത്നത്തു ശഹ്വാ, മറ്റൊന്ന് ഫിത്നത്തു ശുബ്ഹാ. ശുബ്ഹാത്തുകൾ ഉണ്ടാക്കുക. നമ്മളെ മനസ്സിൽ ഇങ്ങനെ ദീനിയായ കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാക്കുക. അത് പറഞ്ഞിടത്തും കാര്യമില്ലേ? അതും ശരി തന്നെയല്ലേ, ഇതും ശരി തന്നെയല്ലേ, ഇവൻ ഉറക്കൂല, ഇവനൊന്നിലും ഉറച്ചു നിൽക്കാതെ ഇവൻ ഇങ്ങനെ ശിർക്കിന്റെയും കുഫറിന്റെയും ഒക്കെ ഇടയിൽ ഇങ്ങനെ പെട്ട് അതും ശരി, യുക്തിവാദി പറയുന്ന നോക്കുമ്പോൾ അതും ശരി, മുശ്രിക്ക് പറയുന്ന നോക്കുമ്പോൾ ഇതും ശരി, മറ്റവൻ പറയുന്ന നോക്കുമ്പോൾ അതും ശരി, ഇങ്ങനെ ഇവന്റെ മനസ്സിൽ ഇങ്ങനെ ഇതൊരു ഫിത്നയാ. ഉറക്കൂല. മുഅ്മിനീങ്ങൾ ഉറക്കും എന്ന് പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആൻ. മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞിടത്ത് എന്താ പറഞ്ഞത്? ആമനു സുമ്മലം യർതാബു എന്നാ പറഞ്ഞത്. അവർക്ക് പിന്നെ സംശയമൊന്നുമില്ല, വളരെ കണിശക്കാരാണ്, വളരെ കൃത്യമായി ഉൾക്കൊള്ളും. ഇങ്ങനെയുള്ള ശുബ്ഹത്ത്, സംശയങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ദീനിൽ നിന്ന് ഇങ്ങനെ തെറ്റിക്കും. എന്താ അല്ലാ എന്തിനാപ്പത് അങ്ങനെ ചെയ്തു, എന്തിനാപ്പതൊക്കെ അറിഞ്ഞിട്ട് അല്ലാഹ് ശൈത്താനെ പഠിച്ചു, എന്തിനാ പിന്നെ സ്വർഗ്ഗത്തിലേക്ക് ആക്കിയത്? ഇതൊക്കെ അതിന്റെ ഇവിടെ കഥ കേൾക്കുമ്പോൾ തന്നെ പലർക്കും അങ്ങനെ തോന്നുന്നുണ്ടാവും, എന്തിനാപ്പതൊക്കെ ചെയ്യും. അപ്പൊ എന്തിനാ അങ്ങനെ? അള്ളാഹ് തന്നെ ആദ്യം തന്നെ ശൈത്താനെ പടക്കാതിരുന്നൂടെ? പിന്നെ നമുക്കൊക്കെ സ്വർഗ്ഗത്തിലാണ് പോയിക്കൂടായിരുന്നില്ലേ? ഇതൊക്കെ പല ശുബ്ഹത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ മനുഷ്യരിൽ ഇങ്ങനെ ശുബ്ഹത്ത് ഉണ്ടാക്കും. ഇതിനെന്താ മാർഗം? ഇലാജുഹ, പണ്ഡിതന്മാർ പറയണ ഈ ശുബ്ഹത്തിന്റെ ഫിത്നകൾ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഈ രൂപത്തിലുള്ള വസ്വാസങ്ങൾ ഇങ്ങനെ പലതും ഉണ്ടാക്കി ദീനിൽ നിന്ന് അകറ്റാനുള്ള ശൈത്താന്റെ ശ്രമങ്ങൾക്കുള്ള ചികിത്സ എന്താണ്? അള്ളാന്റെ കിതാബിൽ നിന്ന് ശരിക്കും കൃത്യമായി ഉപകാരപ്രദമായ നിലക്ക് അറിവ് നേടണം. വമിൻ സുന്നത്തി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിൽ നിന്നും ശരിക്ക് കാര്യം പഠിക്കണം. അത് നമുക്ക് തോന്നിയതുപോലെ പഠിക്കരുത്, മനസ്സിലാക്കരുത്. ഖുർആനും സുന്നത്തും നമ്മൾ ഗ്രഹിക്കേണ്ടത് എങ്ങനെയാണ്? എല്ലാവരും ആയത്താ ഓതുന്നത്, എല്ലാവരും ഹദീസാ ഓതുന്നത്, ഞാൻ എന്താ ചെയ്യാ? ചില ആൾക്കാർ ചോദിക്കുന്നത്, നിങ്ങൾ ഓരുന്ന ആയത്ത്, ഇപ്പുറത്തും ഓരുന്നു ആയത്ത്, അവരും ഓരുന്നു ഹദീസ്, ഇവരും ഓരുന്നു ഹദീസ്, ഞങ്ങൾ എന്താ ചെയ്യാ? അതിനുള്ള പരിഹാരമാ പറയുന്നത്, നാഫിയായ ഇൽമ നേടണം അള്ളാന്റെ കിതാബിൽ നിന്ന്, റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയിൽ നിന്ന്. എങ്ങനെ നേടണം? ബിഫഹ്മി സ്വഹാബത്തിൽ അബ്റാർ, പുണ്യവാന്മാരായ സ്വഹാബത്തിന്റെ ഗ്രാഹ്യമനുസരിച്ച്. സ്വഹാബത്ത് എങ്ങനെയാ ആയത്തും ഹദീസും മനസ്സിലാക്കിയത്? അതുപോലെ മനസ്സിലാക്കുക. അവര് മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ നമ്മളെ വകയായി ന്യായീകരണം വ്യാഖ്യാനമൊന്നും കൊടുക്കില്ല. അവര് മനസ്സിലാക്കിയതുപോലെ മുഅ്മിനീങ്ങളുടെ മാർഗം എന്ന് അറിയപ്പെട്ട മാർഗം നമ്മുടെ സച്ചരിതരായ മുൻഗാമികളുടെ ആ സ്വഹാബത്തിന്റെ മാർഗമാണ്. ആ മാർഗത്തിലൂടെ ഗ്രഹിക്കണം. എന്നിട്ട് പിന്നെ ഇഖ്ലാസോടെ ആ പഠിച്ച കാര്യങ്ങൾ ശരിക്കും ജീവിതത്തിലാണ് കൊണ്ടു നടന്ന ശുബ്ഹത്തിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടണം. രണ്ടാമത്തെ ഫിത്ന ഫിത്നു ശഹ്വാത്ത്, ശഹ്വത്തുകളുടെ ഫിത്ന. എന്താ ശഹ്വത്തുകളുടെ ഫിത്ന? തെറ്റ് ചെയ്യാൻ ഇങ്ങനെ തോന്നുക, തെമ്മാടിത്തം ചെയ്യാൻ ഇങ്ങനെ പ്രേരണ ഉണ്ടാവുക. കള്ളു കുടിച്ചോ, മദ്യപിച്ചോ, വിചരിച്ചോ, അത് കണ്ടോ, ഇത് കണ്ടോ, ഇത് കേട്ടോ, അവിടെ പോയിക്കോ, ഇത് ചെയ്തോ, തോന്നിവാസങ്ങൾക്കൊക്കെ ഇങ്ങനെ പ്രേരണ ഉണ്ടാവുക. അതിനെന്താ പരിഹാരം? ഇലാജുഹാ, അതിനുള്ള ചികിത്സ സബ്റു വല ത്വാഅതി വസ്സബ്റു അനിൽ മഅസിയ. നല്ല നല്ല കാര്യങ്ങൾ നീ കൂടുതൽ ക്ഷമയോടെ ചെയ്യലാണ്. നന്മ വർദ്ധിപ്പിച്ചോ, നിന്നിൽ ആ നിലക്കുള്ള ഫിത്നകൾ കുറഞ്ഞു കിട്ടും. നന്മ, നല്ല നല്ല കാര്യങ്ങൾ ക്ഷമയോടെ ചെയ്യാം. തിന്മകളിൽ നിന്ന് അടുത്തു പോകാതെ തെറ്റിലേക്ക് താല്പര്യമുണ്ടാകുമ്പോ അല്ലാഹ് കാണുന്നല്ലോ, അല്ലാഹ് കേൾക്കുന്നല്ലോ, അല്ലാഹ് അറിയുന്നല്ലോ എന്ന ബോധത്തോടെ തെറ്റുകളിൽ നിന്ന് നീ വിട്ടു നിൽക്കുക. നിത്യജീവിതത്തിൽ നീ സുരക്ഷയുടെ കാവലായിക്കൊണ്ട് അല്ലാഹു പഠിപ്പിച്ചിരുന്നിട്ടുള്ള കാര്യങ്ങൾ നീ കൊണ്ടു നടക്കണം. അതെന്തൊക്കെയാണ്? അൽ മുവാദബത്തു അലാ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മ മനസ്സിൽ നിന്ന് മങ്ങാതെ സൂക്ഷിക്കണം. റബ്ബിനെ കുറിച്ചുള്ള ദിക്ർ, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നമ്മുടെ ഖൽബിൽ എപ്പോഴും ഇങ്ങനെ നിലനിർത്തണം. അതേതൊക്കെ മുഖേനയാ നിനക്ക് നിലനിർത്താനാവുക? ബിഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ നീ കഴിയുന്നത്ര ഓതണം. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, അർത്ഥം പഠിക്കുക. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ശൈത്താന്റെ ശുബ്ഹത്തുകളൊക്കെ നീങ്ങിപ്പോവും, ശഹവത്തും നീങ്ങിപ്പോവും. വല്ലദ്കാരിൽ വാരിദത്തി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദിക്റുകൾ ഖുർആൻ ഓതണം, അതുപോലെ തന്നെ ദിക്റുകൾ ചൊല്ലണം. ഏതാ ദിക്റുകൾ? ആരെങ്കിലും കെട്ടിയുണ്ടാക്കിയിട്ട് ഇതൊക്കെ അള്ളാന്റെ അടുത്ത് നിന്നുള്ള ദിക്റാണെന്ന് പറഞ്ഞ് സമൂഹത്തെ പറ്റിക്കുന്ന വക ദിക്റുകളല്ല. ഒരു വക ദിക്റുണ്ട് ഇപ്പൊ നാട്ടിൽ, വക ദിക്ർ. അത് 756 വക, 434 വക, 3333 വക, അങ്ങനെ കുറെ വക ദിക്റുകളുണ്ട്.
അതിലൊക്കെ ഓരോ നെയ്തി ഉണ്ടാക്കിയിട്ടുണ്ടാവും. മറ്റേ സലാത്ത്, ഈ സലാത്ത്, അത് കഞ്ചുൽ അർഷ്, നൂറുൽ ഈമാൻ, സലാമത്തുൽ ഈമാൻ, അഅ്ലമുസ് സലാത്ത്, അത് ഇത് ജൽജലൂത്ത് ബൈത്ത്, അത് ബദരിയീ നസ്മാ മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഉണ്ടാവും. എന്നിട്ട് അതൊക്കെ ചെല്ലിയുള്ള പോരിശയും പറയും. അതിനൊക്കെ നിഷേധിച്ച ഫിറൗനും ഹാമാനും ഖാറൂനും ഒക്കെ ചത്തുപോയതുപോലെ കാഫറായിട്ട് ചത്തുപോകുന്ന ഭീഷണി ഉണ്ടാവുകയില്ലേ? നിങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ആ വക പുസ്തകങ്ങളൊക്കെ ഒന്ന് എടുത്ത് മറിച്ചു നോക്കുന്നുണ്ട്. ഭീഷണി എന്താണെന്നറിയോ? എന്താ ഭീഷണി? അവരാ ഉണ്ടാക്കിയതൊക്കെ അംഗീകരിക്കാത്ത ഒരുത്തനുണ്ടെങ്കിലേ അതൊന്നും ശരിയല്ല, ഇതൊന്നും ചൊല്ലരുത് എന്ന് പറഞ്ഞാല് കാഫറായി ചത്തുപോകും. ചില്ലറ കാഫറായി ചാകലൊന്നും അല്ല. ഖാറൂൻ ചത്തതുപോലെ, ഹാമാൻ ചത്തതുപോലെ, ഫിറൗൻ ചത്തതുപോലെ എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അതൊക്കെ അള്ളാന്റെ റസൂല് പറഞ്ഞിരിക്കുന്നു. നോക്കണം നിങ്ങൾ. നമ്മുടെ സമൂഹത്തിൽ ഉമ്മമാരുടെ നിസ്കാരപ്പായയിൽ ഉണ്ടാകും ഒരു മുഷിഞ്ഞ ബുക്ക്. പരിധി നോക്കൊണ്ടു പരി പോകുമ്പോ പലരുടെയും പടി ഉണ്ടാവും. കുറെ കിതാബ് അതിലുണ്ടാവും, കുറെ ദുആ ദിക്ർ എന്നൊക്കെ പറഞ്ഞു. കൂട്ടത്തിൽ യാസീൻ ഉണ്ടാവും. അങ്ങനെയാണല്ലോ ഇത് എപ്പോഴും. ഈ മാർക്കറ്റിംഗിൽ അതെല്ലാവരും തന്ത്രമാണ്. ഈ മാർക്കറ്റിംഗിൽ വെറും മോശപ്പെട്ട കോതമ്പോ, മോശപ്പെട്ട ഈത്തപ്പഴോ, ചാരോ വാങ്ങും. നല്ലത് ഇങ്ങനെ പോയി ഞാൻ ഉള്ളിൽ കൂടി വെക്കുക. അപ്പോഴാണല്ലോ ഇത് ചെലവാകല്. ആ തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് ആയത്തും ചില ഹദീസൊക്കെ ഉണ്ടാവും, അതിന്റെ ഇടയിൽ കൂടി ഇതൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ പലതും ഉണ്ടാകും. അങ്ങനെ പലരും ഉണ്ടാക്കും. അവർ ടി വിയിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കും, ദിക്റുകൾ പറയും. പെണ്ണുങ്ങളൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. എന്റെ ഭർത്താവ് പോയിട്ട് ഒരുപാട് കാലമായി തിരിച്ചു വരുന്നില്ല, ഞാൻ എന്താ ചൊല്ലിട്ട്? അപ്പൊ പറയും യാ ലത്തീഫ് 9000 തവണ ചൊല്ലിക്കോന്ന് പറയും. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. എയ്ഡ്സ് ഉള്ള ഒരു രോഗി ചോദിച്ചു, എനിക്ക് എയ്ഡ്സിന്റെ ഭർത്താവ് മരിച്ചുപോയി, HIV ഉണ്ടായിരുന്നു, അപ്പൊ എനിക്കുണ്ട് HIV എന്ന് ബോധ്യായി, ഇനിയിപ്പോ എന്താ ഞാൻ വേണ്ടത്? അപ്പൊ പറഞ്ഞു, ഇനി ഒരു ദിക്ർ 1.25 ലക്ഷം വട്ടാണ് ചൊല്ലിക്കോ. പാദസരം പോയ ഒരു പെണ്ണിന്റെ പാദസരം പോയി, അതുകൊണ്ട് യാ ലത്തീഫ് എന്നൊരു 9000 തവണ ചൊല്ലിക്കോ. പിന്നെ ഒരുപാട് എണ്ണങ്ങൾ പറഞ്ഞു കൊടുത്തു. തേരയും പോകാനുള്ള ഒരു സമയം കൂടി കൊടുക്കാതെ ഇതില്ലാത്തൊരു ദിക്റാണ് പറഞ്ഞു കൊടുത്തു. ആലോചിച്ച് നോക്കി. അപ്പൊ ഇതിങ്ങനെ ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അതൊക്കെ എന്തിനാ? ഇതൊക്കെ പണ്ട് യഹൂദികൾ ചെയ്ത പണിയാ. അവരുടെ കൈകൾ കൊണ്ട് കിതാബുകൾ എഴുതി ഉണ്ടാക്കി. എന്നിട്ട് വയഖൂലൂന ഹാദാ മിൻ ഇൻദില്ല, ഇതൊക്കെ അല്ലാഹ് ഇറക്കിയതാണ് പറയും. എന്തിന്? ലിയശ്തറൂ ബിഹി സമനൻ ഖലീല, അതുകൊണ്ട് തുച്ഛമായ ചില ലാഭം വരുമാനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്താ അതിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത്? നല്ല പണിയാ ചെയ്തത് അല്ല. ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ, അവരുടെ കരങ്ങൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയവർക്ക് നാശം, അതിലൂടെ അവർ നേടിയ മുതൽ കൊണ്ട് നാശം. ഗൗരവത്തിൽ പറഞ്ഞു യഹൂദി റബ്ബിമാരെ കുറിച്ച്. അപ്പൊ ദിക്റുകൾ നമുക്ക് മനസ്സമാധാനം തരും, ഉറപ്പാണ്. പക്ഷേ ദിക്റുകൾ ചൊല്ലുന്നത് ഏതായിരിക്കണം? വല്ലത് കാറുൽ വാരിദത്തി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വാരിദായ ദിക്റുകൾ ചൊല്ലണം. നമ്മുടെ മനസ്സിൽ നിന്ന് ശഹ്വത്തും ഒക്കെ നീങ്ങാനുള്ള പണിയാ പറയാ. പിന്നെയോ ശ്രദ്ധിച്ചോളൂ, വൽ മുഹാഫള അലൽ ജമാഅത്തി ഫിൽ മസ്ജിദി ഫിൽ ജുമുഅത്തി വ ജമീഇ സ്വലവാത്ത്, ജുമുഅ ജമാഅത്തുകൾക്ക് കൃത്യമായി പള്ളിയിൽ ഹാജരാവുക. ജുമുഅക്ക് കൃത്യമായി ഹാജരാവുക. ജമാഅത്തിന് 5 നേരവും പള്ളിയിൽ കൃത്യമായി. അതിൽ നല്ല സൂക്ഷ്മത പുലർത്തുക. നമ്മൾ വിചാരിക്കണില്ല എന്താ ഒരുപാട് നന്നാണെന്നൊക്കെ വിചാരിക്കേണ്ടതാണ്. പറ്റുന്നില്ല, പിന്നെ ഇങ്ങനെ ആയി പോകണം. അതിനുള്ള മരുന്നായി പറയും. അതിനുള്ള മരുന്നാണ് ഈ പറയുന്നത്. ശീലിച്ചു നോക്കാനുള്ള ഇലാജ്, അതിനുള്ള മരുന്നായി പറയും. അത് മാത്രമല്ല മുലാസമത്തു അഹ്ലിസ് സ്വലാഹി വത്തുഖാ, ഇതിന്റെയൊക്കെ പുറമേ നീ എന്ത് ചെയ്യണം? അത് വളരെ പ്രധാനമാണ്. നല്ല തഖ്വയുള്ള, നല്ല സ്വഭാവമുള്ള, നല്ലവരായ ആളുകളുടെ കൂടെ മാത്രം നീ നടക്കണേ. നീ നല്ലവരുടെ കൂടെ നിന്റെ കൂട്ടുണ്ടാകാൻ പാടില്ല. അവരുടെ കൂടെ മാത്രം നീ നടക്കണം. തഖ്വയുള്ളവരുടെ കൂടെ, സലാഹ് നല്ല നന്മയുള്ളവരുടെ കൂടെ നീ നടക്കണം. അതുപോലെ തന്നെ വതർക്കി സുഹ്ബത്തിൽ അശ്റാർ, ചീത്ത സഹവാസത്തെ നീ വെടിയണം. കാരണം ഈ ചീത്ത കൂട്ടുകാരാരാണെന്നോ? ഫഇന്നഹും ശയാത്തീനുൽ ഇൻസി, അവർ മനുഷ്യരിലെ ശൈത്താന്മാരാണ്. ശൈത്താൻ 2 രൂപത്തിലുണ്ട്. ശയാത്തീനുൽ ഇൻസുണ്ട്, ശയാത്തീനുൽ ജിന്നുണ്ട്. അതാ മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറയും. മനുഷ്യ പിശാച്ചുണ്ട്, ജിന്നു പിശാച്ചുണ്ട്. ഇത് മനുഷ്യ പിശാച്ചാ, കാണാൻ കഴിയണ നിന്റെ കൂട്ടുകാരുണ്ടാവും. അവരിൽ നിന്ന് ഒഴിവായിക്കൊള്ളണം. കാരണം അവർ മനുഷ്യ പിശാച്ചുക്കളാണ്. അവര് ചിലർക്ക് അവർ തമ്മിൽ സുന്ദരമോഹന വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ ചതിക്കുകയാണ് ചെയ്യുക. പലതും പറഞ്ഞ് ഇങ്ങനെ പ്രേരിപ്പിക്കും. ഒരു ക്ലാസ് ഒന്ന് കുടിച്ചോക്കടോ, ഇതൊക്കെ ഹറാമാന്നൊക്കെ പറഞ്ഞിങ്ങനെ നടന്നു. എങ്ങനെ പതുക്കെ അടുത്ത് കൂടിയിട്ട് പറയും, ആരും കാണില്ല, ഒരു പുക വിട്ടോക്കടോ. എന്ത് കഞ്ചാവാണ് കൊടുത്തിട്ട്. സ്കൂളിലും കോളേജുകളിലും നാട്ടിലും എവിടെയും തട്ടുകട, സ്കൂളുകളുടെ മുമ്പിൽ, ക്യാമ്പസിന്റെ മുമ്പിലൊക്കെ മിഠായി തട്ടുകടകൾ, പുകച്ചുരുളുകൾ, അവിടെ ഇവിടെ മരത്തിന്റെ ചോട്ടിൽ അവിടെ ഇവിടെയൊക്കെ പോയി. നമ്മുടെ നാട്ടിൽ പ്രൈമറി കഴിഞ്ഞ് ചെറിയ കുട്ടികൾ വരെ ഇതിന് അഡിക്റ്റ് ആവുകയാണ്. എന്താ ചീത്ത കൂട്ടുകെട്ട് ഇവര് വലിപ്പിക്കാണ്. ആദ്യം ഒന്ന് വലിച്ചു നോക്കുമ്പോ ഈ കുട്ടിക്കൊന്നും തിരക്കില്ലല്ലോ, പിന്നെ അവനതിന് അഡിക്റ്റ് ആവുകയാണ്. അതാണ് അടുത്ത കാലത്ത് നമ്മളെ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. എക്സാം ക്ലാസ് വിട്ടിട്ട് ഒരു പെൺകുട്ടികൾ, 2 പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ക്ലാസ് ഒന്നും പോണില്ല. ഡെസ്കുമ്മ തലയും വെച്ച് കിടക്കുന്നുണ്ട്. ബെല്ലടിച്ചു, ഈ കുട്ടികൾ പോകുന്നില്ല. ടീച്ചർ പോയിട്ട് തട്ടി വിളിച്ചു നോക്കുമ്പോൾ 3 എണ്ണത്തിനും ബോധമല്ല. എന്താ? ഗഞ്ച അടിച്ചിരിക്കുന്നു. മനസ്സിലാക്കണം സഹോദരന്മാരെ.
അവ കണ്ടോ, മനുഷ്യനെ ഈ ശഹവാത്തുകൾ ഈ ഫിത്നയിൽ അകപ്പെടുത്താൻ, ചീത്ത കൂട്ടുകെട്ട് നീ ഒഴിവാക്കണം. അവര് എന്തും തോന്നിവാസത്തിലേക്ക് നിന്നെ കൊണ്ടുപോകും എന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. അതുകൊണ്ട് ശൈത്താൻ നമ്മിൽ ശുബ്ഹത്തിന്റെ ഫിത്നയും ഉണ്ടാക്കും. അത് നമ്മുടെ ദീനിന്റെ യഥാർത്ഥമായ വിശ്വാസം തകർക്കും, നമ്മുടെ സൽക്കർമ്മങ്ങളെ ദുഷ്കർമ്മങ്ങളാക്കി മാറ്റും, നമ്മെ കൊണ്ട് ബിദ്അത്തുകൾ ചെയ്യിപ്പിക്കും, നമ്മെ കൊണ്ട് അനാചാരങ്ങൾ ചെയ്യിപ്പിക്കും, എന്നിട്ടതൊക്കെ ദീനാണെന്ന് തോന്നിപ്പിക്കും, ഇല്ലാത്തതൊക്കെ ചെയ്യിപ്പിക്കും, ഉള്ളതിൽ നിന്ന് വിരക്തി ഉണ്ടാക്കും. അതുപോലെ തോന്നിവാസത്തിന്റെ മാർഗത്തിലേക്ക്, തെമ്മാടികളുടെ മാർഗങ്ങളിലേക്ക് നമ്മളെ അവരിങ്ങനെ പിടിച്ചു കൊണ്ടുപോകും. അത് സൂക്ഷിച്ചോളണം എന്നാണ് നമ്മളെ പാഠമാണ്. ശൈത്താൻ എല്ലാ നിലക്കും ഏത് വിധേനയും നമ്മെ അവൻ എന്തു ചെയ്യും? അവൻ ഈ രൂപത്തിലൊക്കെ പ്രലോഭിപ്പിച്ചു കൊണ്ടു നടക്കും എന്ന് ഗൗരവത്തോടുകൂടെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.